Hello everyone. Today we are going to discuss about hemiplegia. Hemiplegia എന്നുള്ള വേർഡിന്റെ മീനിങ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഹെമി എന്നുള്ളതിന്റെ മീനിങ് വരുന്നത് ഹാഫ് എന്നുള്ളതും പ്ലീജിയ എന്ന് പറയുന്നത് തളർച്ചയുമാണ്. സോ ഒരു പേഷ്യന്റിന്റെ ഹാഫ് സൈഡ് തളരുന്നതിനെയാണ് നമ്മൾ ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ICD-യിൽ ഹെമിപ്ലീജിയ കോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് G81 എന്ന് പറയുന്ന കാറ്റഗറി കോഡാണ് ഹെമിപ്ലീജിയയ്ക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. G81 എന്ന് പറയുന്ന കാറ്റഗറി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അണ്ടറിൽ നമുക്ക് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയയ്ക്ക് ഒരു കോഡുണ്ട്, അതേപോലെ തന്നെ ഫ്ലാക്സിഡ് ഹെമിപ്ലീജിയയ്ക്ക് വേറൊരു കോഡുണ്ട്, ദെൻ അൺസ്പെസിഫൈഡ് ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്. ഇത് നമുക്കറിയാം, ഇത് കംപ്ലീറ്റ് കോഡല്ല, സോ വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ഒരു കോഡ് എടുക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു നോ വെദർ ഇറ്റ് ഇസ് ഡോമിനന്റ് ഓർ നോൺ ഡോമിനന്റ് സൈഡ്, അതേപോലെ തന്നെ അഫക്റ്റഡ് സൈഡ് ഏതാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പ്ലീജിയ കോഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ ടൈപ്പാണ്. പേഷ്യന്റിന്റെ ടൈപ്പ് ഇൻ ദ സെൻസ് പേഷ്യന്റ് റൈറ്റ് ഹാൻഡഡ് ആണോ, ലെഫ്റ്റ് ഹാൻഡഡ് ആണോ, അതോ ആംബിഡെക്സ്ട്രസ് പേഷ്യന്റ് ആണോ. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് 3 കാറ്റഗറി ആയിട്ട് പേഷ്യന്റിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ റൈറ്റ് ആണോ, ലെഫ്റ്റ് ആണോ, ആംബിഡെക്സ്ട്രസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്താണ് ആംബിഡെക്സ്ട്രസ് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളുടെ ഗൈഡ് ലൈൻ എങ്ങനെയാണ്, അവരുടെ അഫക്റ്റഡ് സൈഡ് തന്നെയാണ് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. അഫക്റ്റഡ് സൈഡാണ് നമ്മൾ ഡോമിനന്റ് സൈഡ് ആയിട്ട് കോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു റൈറ്റ് സൈഡഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വരാണ്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ആണ് ഫ്ലെക്സിബിൾ ആ പേഷ്യന്റിൻ്റെത് എന്നുണ്ടെങ്കിൽ ഡോമിനന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും റൈറ്റ് ആണ് കോഡ് ചെയ്യുന്നുണ്ടാവുക, നോൺ ഡോമിനന്റ് ആയിട്ട് കോഡ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. സോ പ്ലീജിയ ഈ റൈറ്റ് സൈഡ് ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഹെമിപ്ലീജിയ വന്നിട്ടുള്ളത് റൈറ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കോഡ് എടുക്കണ്ടേ, ഹെമിപ്ലീജിയ എഫക്റ്റിംഗ് റൈറ്റ് ഡോമിനന്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കോഡ് എടുക്കണ്ടേ. ഇനി അത് ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ഹെമിപ്ലീജിയ എഫക്റ്റിംഗ് ലെഫ്റ്റ് നോൺ ഡോമിനന്റ് സൈഡ്, അങ്ങനെയാണ് കോഡ് എടുക്കുക. ഇനി നമ്മളൊരു ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വരാണെന്ന് വിചാരിക്കുക. സോ ആ ലെഫ്റ്റ് ഹാൻഡഡ് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ആണ് അവരുടെ ഡോമിനന്റ് സൈഡ് അല്ലെ. ഇനി റൈറ്റ് അവരുടെ എന്ത് സൈഡാണ്, നോൺ ഡോമിനന്റ് സൈഡാണ്. സോ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് പേഷ്യന്റിന് ഹെമിപ്ലീജിയ ലെഫ്റ്റ് സൈഡിലാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ കോഡ് ചെയ്യാം, ഹെമിപ്ലീജിയ എഫക്റ്റിംഗ് ലെഫ്റ്റ് ഡോമിനന്റ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്യും അല്ലെ. ഇനി റൈറ്റിലാണ് ഈ ലെഫ്റ്റ് ഹാൻഡഡ് പേഷ്യന്റിന് പ്ലീജിയ എഫക്ട് ചെയ്തിരിക്കുന്നതെങ്കിലോ നമ്മൾ കോഡ് ചെയ്യുന്നുണ്ടാവുക ഹെമിപ്ലീജിയ എഫക്റ്റിംഗ് റൈറ്റ് നോൺ ഡോമിനന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. സോ നമ്മൾ പ്ലീജിയ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് നമ്മൾ പ്ലീജിയയുടെ G81 കാറ്റഗറി എടുക്കുക. അവിടെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന ടൈപ്പ് ഓഫ് പ്ലീജിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ് കാറ്റഗറിയിലോട്ട് വരാം. ദെൻ ഒരു പെർട്ടിക്കുലർ കംപ്ലീറ്റ് കോഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡോമിനന്റ് സൈഡ് ഏതാണ്, നോൺ ഡോമിനന്റ് സൈഡ് ഏതാണ്, അഫക്റ്റഡ് സൈഡ് ഏതാണ്, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലീജിയ കോഡ് ചെയ്യാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാം, പേഷ്യന്റിന്റെ ടൈപ്പ് റൈറ്റ് ഹാൻഡഡ് ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ, ആംബിഡെക്സ്ട്രസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. താങ്ക് യു.